أنا السلطان إبراهيم اسمي إلى خير البرية انتمائي مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ നമ്മളുള്ളത് കീഴക്കര ബീച്ചിലാണ്. കീഴക്കര ലൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ മുത്തിൻ്റെ പേരെന്താ? നവാസ് മുഹമ്മദ് കൊടൈക്കനാൽ. നമുക്ക് ഇവിടുന്ന് ഏർവാടിയിൽ വന്നതിന് ശേഷം കിട്ടിയൊരു മുത്താണ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ഇവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. വൈകുന്നേര സമയങ്ങളിൽ സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കടലുകളും അതുപോലെ ഈ കാണുന്ന പ്രകൃതിയിലുള്ള സംഭവങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അജായിബുകളാണ് എന്ന നിലയ്ക്ക് നമുക്കിത് ആസ്വദിക്കാൻ കഴിയും, കാണാൻ കഴിയും. അത് നല്ല നെയ്യത്തോടെയാണെങ്കിൽ അതിന് പ്രത്യേകം പ്രതിഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല മനോഹരമായ ഒരു ബീച്ചിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. തൊട്ട് പിന്നിൽ കാണുന്നത് ലൈറ്റ് ഹൗസാണ്. ഇൻഷാ അല്ലാഹ് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോയെന്ന് അറിയില്ല. പറ്റുകയാണെങ്കിൽ നമുക്ക് കയറാം. കടലിലേക്ക് ഇങ്ങനെ കുറച്ചിറങ്ങി പിന്നെ ചെറിയ രൂപത്തിൽ ഒരു നടപ്പാലം പോലെ ഉണ്ട്. ஆமா சமோசா கொடுங்க. சாய் என்ன சாதா சாயா இஞ்சி சாயா? இஞ்சி ஏலக்காய் எல்லாம் அச்சு வெல்லம் அப்படியா? எல்லாம் போட்டு சரி வேறு போடும் எல்லாம் போட விட. ஆமா கொடுங்க. சம்சா கொடுங்க. நீங்க எந்த ஊரா? கீழக்கர. 4 சம்சா தான். சம்சா இல்ல. கீழக்கரை பீச் ஃபஸ்ட்டு காயல்பட்டினம் பீச்சு நாங்கள் வீக்லி ஃப்ரைடே போவோம். மதரசா படிக்கும்போது ஃபஸ்ட் டைம் அந்த மதரசா வெரி குட் மதரசா. எல்லாத்தையும் எனக்கு பழக்கம் கேரளா. சாய் சூப்பரா இருக்கு. சாய் இது எப்படி மேக் பண்ணும்? இஞ்சியா? இஞ்சி ஏலக்காய் அச்சு வெல்லம். அச்சு வெள்ளம்னா? அச்சு வெல்லம் மஞ்சள் கலராக இருக்கும். இவ்வளோ பெருசாக இருக்குல்ல. அப்படியா? வெள்ளம் உருண்டை இல்லை, வெள்ளம் கட்டியாக இருக்கும். அப்பா இந்த மாதிரி சம்சா டைப்ல இருக்கும். ஐஸ் ஆமாம் தெரியும். ஐஸ் உருண்டை இருக்கும். இந்த மாதிரி பெரிய டேஸ்ட்டாக இருக்கு. நன்னாரி வேறு மரம். ஆமாம் அதில் வேறு. இது சாயம் மட்டுமல்ல, ஔஷதம் தான், மெடிசின் நோயை குணப்படுத்தும். எல்லாம் மொத்தம் தட்டும். மூளை பானி வெள்ளத்தில் ஊற வைக்கும். ஊற வச்சு எல்லாம் போட்டு வச்சுக்கணும். തെക്കൻ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കിഴക്കൻ തീരദേശ പട്ടണവും തുറമുഖവുമാണ് കീഴക്കര. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ഇത് തഴച്ചു വളർന്ന ഒരു തുറമുഖ പ്രദേശമായിരുന്നു. ബംഗാൾ ഉൾക്കടലിലെ മാന്നാർ ഉൾക്കടൽ എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ മുത്തുവലയിൽ അപ്പാദ്വീപ്, നല്ല തണ്ണി ദ്വീപ്, ശൂലി ദ്വീപ്, ഉപ്പുതണ്ണി ദ്വീപ്, തലാരി ദ്വീപ്, മുസൽ ദ്വീപ് എന്നീ ചെറിയ ദ്വീപുകൾ ഉണ്ട്. സമുദ്രത്തിൽ നിന്ന് പട്ടണത്തെ സംരക്ഷിക്കുന്ന ചെറിയ തുറകളും പവിഴപ്പുറ്റുകളും ചേർന്നതാണ് കീഴക്കരയുടെ തീരപ്രദേശം രൂപപ്പെടുന്നത്. മുത്ത്, ശംഖ്, കടൽ വ്യാപാരം, ഗതാഗതം എന്നിവയായിരുന്നു ജനങ്ങളുടെ പ്രധാന തൊഴിൽ. 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ കീഴക്കരയിലെ ജനങ്ങളുടെ അധിനിവേശം കുറഞ്ഞു. ഉപരിതല ഗതാഗതത്തിൻ്റെ ആവിർഭാവത്തോടെ വ്യാപാരി കപ്പലുകളും കുറഞ്ഞു. സാമുദായിക സൗഹാർദ്ദത്തിന് പേരുകേട്ട നാടാണ് കീഴക്കര. ഇവിടുത്തെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും മുസ്ലിമീങ്ങളും
മറ്റു മതവിശ്വാസികളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് താമസിക്കുന്നവരാണ്. അറേബ്യൻ നാടിൻ്റെ സംസ്കാരം അപ്പടി പകർത്തിയിരുന്ന ഇന്ത്യയിലെ നാട് എന്ന് ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ച നാട് കൂടിയാണ് കീഴക്കര. നമ്മുടെ കേരളവും വൈജ്ഞാനികമായി കീഴക്കരയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഒട്ടനേകം പണ്ഡിതന്മാരും ഔലിയാക്കളും മറപ്പെട്ട് കിടക്കുന്ന നാടുകൂടിയാണ് കീഴക്കര. ഇപ്പോൾ ഞങ്ങളുള്ളത് കീഴക്കരയിലെ സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളുടെ മഖബറയിലേക്ക് പോകുന്ന വഴി, സാധാരണ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ വാഹനത്തിലൊക്കെ പോകുന്ന വഴി സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളുടെ ദർഗ എത്തുന്നതിന് മുമ്പ് വലതു ഭാഗത്ത് ഒരു വലിയ പള്ളി കാണാം. ആ പള്ളിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ പള്ളിയുടെ ചാരത്ത് ഷെയ്ഖ് അണ്ണാ വലിയുള്ള എന്നറിയപ്പെടുന്ന ഒരു മഹാനുഭാവൻ്റെ മഖബറ ഉണ്ട്. ബഹുമാനപ്പെട്ടവരെ സിയാറത്ത് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവൻ്റെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കീഴക്കര എന്ന് പറയുന്നത് ഒരുപാട് ദർഗകളുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ദർഗകൾ കീഴക്കരയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവർകളുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരുടെ സഹായം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഖർവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലുമൊക്കെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അർഹമുറാഹിമായ റബ്ബ് എല്ലാ ആളുകളുടെയും എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. എല്ലാ ആളുകൾക്ക് വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആകളിലും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.